EWS സർട്ടിഫിക്കറ്റിനായിട്ട് കാസർഗോഡ് വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് ഒരു വിദ്യാർത്ഥി. രാജപുരം സെന്റ് പയസ് 10th കോളേജിലെ ശിവാനന്ദാണ് സാമ്പത്തിക പിന്നാക്ക സർട്ടിഫിക്കറ്റിനായിട്ട് ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. MBA പ്രവേശനത്തിനായാണ് ശിവാനന്ദ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചത്. നേരത്തെ താമസിച്ചത് വാടക വീടായതിനാൽ കോടോത്ത് വില്ലേജ് ഓഫീസ് റേഷൻ കാർഡുള്ള വില്ലേജിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ മാസം 24-നാണ് ITകളിലേക്കും IITകളിലേക്കും IIMകളിലും പ്രവേശനം നേടാനുള്ള അവസാന തീയതി. നമുക്ക് ശിവാനന്ദന്റെ പരാതി എന്താണ്? കോടോത്ത് വില്ലേജിൽ ഞാൻ എത്തിയപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എനിക്ക് EWS സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഉള്ള ആ അഡ്രസ്സിൽ വരുന്ന വില്ലേജിൽ പോയി പറയാൻ വേണ്ടി പറഞ്ഞു. ബെല്ല വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ അവർ പറഞ്ഞു ശനിയാഴ്ചക്കുള്ളിൽ സാറ് വരുള്ളൂ, സാറ് ലീവിൽ പോയേക്കുവാണ്, അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ. അപ്പം എനിക്ക് EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് നോക്കുന്ന IIT ഡൽഹിയാണ്. IIT ഡൽഹിയിൽ ജനുവരി 24-നുള്ളിൽ എനിക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ EWS സർട്ടിഫിക്കറ്റ് ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ജനുവരി 24-നുള്ളിലാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇതിന് പുറകെ നടക്കുകയായിരുന്നു. ഒരു വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെയും പോയി ഇവിടെയും പോയി. എനിക്ക് എവിടെയും ഒരു ശരിയായ ഒരു ഇത് കിട്ടിയില്ല. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, എന്താണ് ശിവാനന്ദന്റെ പ്രശ്നം? ഈ കോടോത്ത് വില്ലേജ് ഓഫീസർ റേഷൻ കാർഡുള്ള വില്ലേജിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ റേഷൻ കാർഡുള്ള വില്ലേജിലേക്ക് പോയപ്പോൾ അവിടെ വില്ലേജ് ഓഫീസർ ഇല്ല. എന്നാലും ഈ ചെറുപ്പക്കാരന് ഈ പിന്നാക്ക സാമ്പത്തിക സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പ്രവേശനം മുടങ്ങുമോ അർച്ചന? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ എക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽ, അതായത് പിന്നോക്കമായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവൻ ഏകദേശം 82% ബിരുദം കഴിഞ്ഞു, കാറ്റ് എക്സാം കഴിഞ്ഞു, MBA പ്രവേശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ആ ഒരു കാത്തു നിൽക്കുന്ന സമയത്ത്, അതായത് വിവിധ IITകളിൽ വിവിധ IIMകളിൽ പ്രവേശനം നേടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു EWS സർട്ടിഫിക്കറ്റ് എന്നതിൻ്റെ ആവശ്യം ഉയരുന്നത്. തുടർന്ന് അവൻ വിവിധ വില്ലേജ് ഓഫീസുകൾ, അവൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് സാധാരണ കുടുംബമാണ്, അച്ഛനും അമ്മയും കൂലിവേല ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു അവൻ്റെ കുടുംബം, വാടക വീടുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അഡ്രസ്സ് അവന് പറയത്തക്കയില്ല. പകരം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ ഇടവേളകളിൽ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. പക്ഷേ അവൻ്റെ റേഷൻ കാർഡ് വരുന്നത് ബെല്ല വില്ലേജിലാണ്. ആദ്യം അവൻ പോയത് നേരത്തെ താമസിച്ചിരുന്ന കോടോത്ത് വില്ലേജിലായിരുന്നു. കോടോത്ത് വില്ലേജിൽ പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു റേഷൻ കാർഡുള്ള വില്ലേജിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടു. വില്ലേജിലേക്ക് തന്നെയല്ലേ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താ ജോലി? അവർക്ക് വേറെ വലിയ സാമ്പത്തിക വരുമാനം വല്ലതും ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു വേറെ വല്ല സാമ്പത്തിക വരുമാനമുള്ള ഒരു കുടുംബമല്ല. ജനറൽ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കത്തിൽപ്പെട്ട ആളുകളാണ്. അമ്മയും കൂലിവേല ചെയ്യുന്ന മാഷിനെ നമ്മളൊന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. മാഷുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഷിനു മാഷേ, നമസ്കാരം. നമസ്കാരം. ഷിനു മാഷേ, ശിവാനന്ദൻ എങ്ങനെയാണ്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആള് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല, അച്ഛൻ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നു, അമ്മ കൂലിപ്പണിക്ക് പോകുന്നു. ഇവർ ഈ കൂലിപ്പണി കിട്ടുന്നതനുസരിച്ച് 5-6 മാസം കൂടുമ്പോൾ ഇങ്ങനെ വീട് മാറും വാടകയ്ക്ക്. അപ്പൊ നേരത്തെ ഈ പറയുന്ന ബെല്ല വില്ലേജില് ഇവര് താമസിച്ചിരുന്നത് ഇങ്ങനെ ഇതേപോലെ വാടകയ്ക്ക്. അപ്പൊ വാടക ചീട്ട് കൊടുത്തിട്ടാണ് അവിടെ റേഷൻ കാർഡ് സമ്പാദിച്ചത്. പക്ഷേ റേഷൻ കടയിൽ പോകാനുള്ള സാഹചര്യമൊന്നും അവർക്കില്ല. കാരണം പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി അങ്ങനെ ഈ റേഷൻ കാർഡ് കളക്ട് ചെയ്തതിന് ശേഷം തന്നെ 3-4 വീട് ഈ കുട്ടി മാറി. അങ്ങനെ കൂലിപ്പണി എടുത്ത് ഇവനും ഇങ്ങനെ ബുദ്ധിമുട്ടി വളരെ ഈ കോളേജിലേക്ക് വരുന്നു, ഇങ്ങനെ പഠിക്കുന്നു. പക്ഷെ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് 3 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് കാറ്റിന് അത്യാവശ്യം മികച്ച സ്കോർ തന്നെ നേടുകയും, എന്നാൽ EWS എന്നുള്ള ആ ഒരു കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഏത് വില്ലേജിൽ പോയാൽ ഷിനുവിന് EWS കിട്ടും? റേഷൻ കാർഡുള്ള വില്ലേജിൽ പോയാൽ കിട്ടേണ്ടതല്ലേ ശരിക്കും? ഇവിടെ
അമ്മയുടെ വീട് കോടവുമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വില്ലേജ് ഓഫീസർ അല്ലല്ലോ കൊടുക്കുന്നത്, തഹസിൽദാർ അല്ലേ. ഇവർക്ക് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരാതി അത് സ്വീകരിച്ച് ഈ കോടം വില്ലേജ് ഓഫീസർ നേരെ തഹസിൽദാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം ഇവിടെ ഈ ലക്ഷങ്ങൾ ശമ്പളമുള്ള ആളുകൾ EW സർട്ടിഫിക്കറ്റ് തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങുന്ന സാഹചര്യം വരെ നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എല്ലാ വിധത്തിലും യോഗ്യതയുള്ള വിദ്യാർത്ഥി ലാസ്റ്റ് ഡേറ്റ് 24-ാം തീയതിയാണ് ഡൽഹി IIT ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അവിടെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന സാഹചര്യം വന്നപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലത്തും വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഡിലേ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ വിദ്യാർത്ഥിയെ കോടത്ത് പറഞ്ഞു വിട്ടത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫോർവേഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നേരെ ബെല്ലയിലേക്ക് പറഞ്ഞു കൊടുത്തു. ആ ബെല്ലയിലാണെങ്കിൽ അവർ ആപ്ലിക്കേഷൻ രണ്ടിടത്തും അപേക്ഷ സ്വീകരിച്ചിട്ടില്ല. ഈ അപേക്ഷ എന്തുകൊണ്ട് ഇവർ സ്വീകരിച്ചുകൂടാ? കാരണം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഒരു തഹസീൽദാരുടെ കീഴിൽ വരുന്നതാണോ, ഒരു താലൂക്കാണോ ഷിനു? അതെ അതെ, രണ്ടും മറ്റേ ഒരു തഹസിൽദാറിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ പ്രശ്നമില്ലല്ലോ, ഇതിൽ ആരാണെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുത്ത തഹസിൽദാർക്ക് EWS കൊടുക്കാവുന്നല്ലോ. ഇത് ഫോർവേഡ് ചെയ്ത് തഹസിൽദാർക്ക് കൊടുക്കേണ്ട പ്രശ്നം. നമ്മുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ട് അല്ലേ, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും വേറൊന്നും ആലോചിക്കാനില്ലല്ലോ. കൂലിപ്പണിക്കാർ, വീടില്ല, സ്ഥലമില്ല, ഇതിന്റെ അപ്പുറത്ത് എന്താണ് ആലോചിക്കാനുള്ളത്? അപ്പൊ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനകത്ത് എന്നാ പ്രയാസമുള്ളത്? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും EW സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടി ഒന്ന് പറയാമോ ഷിനു മാഷേ? താലൂക്ക് ഏതാണെന്ന് പറയാം. ഇവിടെ ഹോസ്ദുർഗ് താലൂക്ക്. ഹോസ്ദുർഗ് താലൂക്കാണ് അല്ലേ? കാഞ്ഞങ്ങാട് വരുന്നത്. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് താലൂക്ക്. നമുക്ക് ആ വിഷയം നമ്മുടെ പ്രതിനിധി ഫോളോ അപ്പ് ചെയ്യും. വേണ്ടി വന്നാൽ നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ടും ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ പഠിത്തം ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഇല്ലാതാവരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരാളെ ഇങ്ങനെ വഴിയാധാരമാക്കുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാം മാഷേ. ഞങ്ങൾ ഇന്ന് തന്നെ റവന്യൂ മന്ത്രിയായിട്ടും വേണ്ടി വന്നാൽ നമുക്ക് ഇടപെടാം. ഹോസ്ദുർഗിലെ തഹസീൽദാറുമായിട്ട് ബന്ധപ്പെടാൻ അർച്ചനയെടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ആ പ്രതികരണം കിട്ടിയതിന് ശേഷം നമുക്ക് തുടർ നടപടികളിലേക്ക് പോകാം. എന്നാൽ 24-ാം തീയതി വരെ ഒരു സാധ്യതയില്ലേ? 24-ാം തീയതി വരെ സമയമുണ്ടല്ലോ അല്ലേ? 24-ാം തീയതി വരെയാണ്. ഡൽഹി IIT ആണ് ഏറ്റവും അടുത്ത ദിവസം. ഡൽഹി IIT-ൽ 2 ദിവസത്തിനുള്ളിൽ അയാൾക്ക് കിട്ടിയാലേ അപേക്ഷിക്കാൻ പറ്റൂ അല്ലേ? അപേക്ഷിക്കാൻ, പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് പിന്നെ ബാക്കി പ്രോസസ് ഒക്കെ നോക്കണ്ടേ. അപ്പൊ നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ഹോസ്ദുർഗ് തഹസീൽദാരുമായിട്ടൊന്ന് ബന്ധപ്പെടുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അർച്ചന ആ വിഷയം ഏറ്റെടുക്കും. താങ്ക് യു ഷിനു. നമുക്ക് എന്തായാലും ആ കുട്ടികളെ നിൽക്കണം. ഞാനൊന്ന് അർച്ചനയിലേക്ക് പോയി വരാം. താങ്ക് യു ഷിനു. അർച്ചന, ഷിനുമാഷ് പറഞ്ഞതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അർച്ചന ചെയ്യേണ്ടത് നമുക്ക് ഈ തഹസീൽദാറുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കണം ഫോണിൽ. തഹസീൽദാറാണ് EWS കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് തഹസീൽദാറിന് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ജില്ലാ കളക്ടറിലേക്കും മന്ത്രിയിലേക്കും ഒക്കെ പോകേണ്ടി വരും. അതൊരു കുട്ടിയുടെ വളരെ ജെനുവിനായിട്ടുള്ളൊരു ആവശ്യമാണല്ലോ. ഇതൊക്കെ വില്ലേജ് ഓഫീസർമാർ മനസ്സിലാക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കോടതി വില്ലേജ് ഓഫീസർക്ക് ആ ഒരു അപേക്ഷ സ്വീകരിച്ച് തഹസീൽദാർക്ക് ഫോർവേഡ് ചെയ്ത് ഈ കുട്ടിയെ സഹായിക്കാൻ പറ്റാത്തത്? നമ്മുടെ സർക്കാർ സർവീസിലുള്ള ചില ആളുകളെങ്കിലും ആ രീതിയിൽ ജനസൗഹൃദപരമായിട്ട് ഇടപെടണം എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയല്ലേ, അയാൾക്കൊരു നല്ല അവസ്ഥ. ഒരു കൂലിപ്പണിക്കാരൻ ആണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. അപ്പോൾ അവർ പ്രതിസന്ധിയിലാക്കരുത്. ആ കുഞ്ഞൊക്കെ പഠിച്ച് മിടുക്കന്മാരായിട്ട് വരണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവരെയൊക്കെ വരുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അന്ന് വൈകുന്നേരം തന്നെ EWS കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള വേഗത വേണം. വാതിൽപ്പടി സേവനങ്ങളും മിന്നൽ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടപ്പാവേണ്ട ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ലപോലെ നടപ്പാക്കേണ്ട സമയമാണ്. അർച്ചന, എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ തഹസീൽദാർ വിചാരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായും വരും. തഹസിൽദാറിന് ഒരു ഒപ്പ് മതി ഒരു പ്രശ്നം പരിഹരിക്കാൻ, പക്ഷെ അത് നൽകുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വില്ലേജ് ഓഫീസുകളിൽ ആ കുട്ടിക്ക് കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശിവാനന്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ ശിവാനന്ദ് ഇപ്പോൾ ഏകദേശം ഒരു 85% വിജയിച്ച് വന്ന ഒരാളാണ്. എന്നിട്ട് പോലും MBA എന്ന് പറയുന്ന അവൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. വീട്ടുകാരെ നോക്കണം, വീട്ടുകാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്തു കൊടുക്കണം എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് അവൻ ഇത്തരത്തിലൊരു MBA പഠനത്തിന് വേണ്ടി നിൽക്കുന്നത്. ആ രീതിയിലാണ് ഇത്തരത്തിലുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർച്ചന, ഒന്ന് ഹോസ്ദുർഗ് തഹസീൽദാരുമായിട്ടും കളക്ടറുമായിട്ടും ഒന്ന് ബന്ധപ്പെടുക, അവരുടെ പ്രതികരണങ്ങൾ എടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ, അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ വാർത്ത ഫോളോ അപ്പ് ചെയ്യണം. നാളെ നമുക്ക് ഈ വാർത്താ പ്രഭാതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുകയും വേണം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ബന്ധപ്പെട്ടുള്ളൂ അർച്ചന. താങ്ക് യു. അർച്ചനയാണ് നമുക്കൊപ്പം ചേർന്നത്. അർച്ചന തഹസീൽദാറുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം ഒരുപാട് പേര്
അപേക്ഷയുമായിട്ട് വില്ലേജ് ഓഫീസുകളിലും തഹസിൽദാരുടെ ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങുന്നുണ്ടാവും. അവരെയൊക്കെ സഹാനുഭൂതിയോടുകൂടി, ഒരു അനുകമ്പയോടുകൂടി, അവരെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ ഓഫീസൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. അഡ്മിഷൻ കിട്ടാൻ പോവുകയല്ലേ, നന്നായി പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ EWS കൊടുത്ത ഒരു വില്ലേജ് ഓഫീസറാണെങ്കിൽ എത്ര സന്തോഷകരമാവും. ഇത് ബാധ്യത അല്ലല്ല, അവിടെ പോകും എന്ന് പറയുക, അവിടെ പോകുമ്പം ഇവിടെ പോകൂ എന്ന് പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്ന പരിപാടി നിർത്തണം എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഷിനുവിനെ പോലെയുള്ള മിടുക്കനായ വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഷിനുമാഷ് പറഞ്ഞ് പ്രേക്ഷകർ കേട്ടതാണ്. അതിനേക്കാൾ വലിയ സാക്ഷ്യപ്പെടുത്തലുകൾ ആവശ്യമില്ലല്ലോ.